ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ത്രില്ലർ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. 2015 പുറത്തിറങ്ങിയ 'അസാസിനേഷൻ' എന്ന കൊറിയൻ സിനിമ. ത്രില്ലർ എന്ന ജോണറിലും ഒരു സ്പൈ ത്രില്ലർ എന്ന ജോണറിലും പീരിയഡ് ത്രില്ലർ എന്ന ജോണറിലും എല്ലാം ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് 'അസാസിനേഷൻ' എന്ന സിനിമയ്ക്കാണ്. യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്നുള്ളതാണ് വേറൊരു വസ്തുത. കഥ നടക്കുന്നത് ഷാങ്ഹായിലാണ് 1933 ജപ്പാൻ കൊറിയയെ അധിനിവേശം നടത്തി കീഴടക്കിയിരുന്ന കാലം. അവിടെ ജപ്പാനെതിരെ ഇപ്പോഴും പൊരുതി നിൽക്കുന്ന കൊറിയൻ റെസിസ്റ്റൻസ് ഗ്രൂപ്പിലെ ഒരു ടീം ചേർന്ന് തീരുമാനമെടുക്കുകയാണ്. ഒരു ജപ്പാനീസ് ഹൈ റാങ്കിങ് ഓഫീസറെ കൊല്ലുക. അതിനായിട്ട് ഒരു ടീമിനെ അറേഞ്ച് ചെയ്യുന്നു. അവരതിനായിട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് ഈ കൊറിയൻ റെസിസ്റ്റൻസ് ഗ്രൂപ്പിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അവരുടെ ഗ്രൂപ്പിൽ തന്നെ, അതായത് കൊറിയൻ റെസിസ്റ്റൻസ് ഗ്രൂപ്പിൽ തന്നെ ഒരു ജാപ്പനീസ് ചാരനുണ്ട്. അയാൾ ഈ കൊലപാതക ശ്രമം അട്ടിമറിക്കാനും ബാക്കിയുള്ളവരെ കൊല്ലാനും വേണ്ടി നിൽക്കുകയാണ്. ഇതറിഞ്ഞ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് പെതുക്കെ ഈ മോളിനെ അല്ലെങ്കിൽ ഈ ചാരനെ കണ്ടെത്താനായിട്ട് വേറൊരു ഹിറ്റ്മാനെ അസൈൻ ചെയ്യുന്നു. സോ ഇപ്പോൾ അവിടെ 4 ടീമായി. 1 അധിനിവേശം നടത്തുന്ന ജപ്പാൻ സൈന്യം. 2 ജപ്പാൻ സൈന്യത്തിലെ ഹൈ റാങ്കിങ് ഓഫീസറെ കൊല്ലാനായിട്ട് പോകുന്ന റെസിസ്റ്റൻസ് ഗ്രൂപ്പ്. ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെ ഒറ്റാൻ ചെന്ന് നിൽക്കുന്ന അവരുടെ ഉള്ളിൽ തന്നെ ഒരു അജ്ഞാതനായ ചാരൻ. ഈ ചാരനെ കണ്ടെത്താനും കൊല്ലാനുമായിട്ട് പറഞ്ഞയച്ച റെസിസ്റ്റൻസ് ഗ്രൂപ്പിൻ്റെ തന്നെ ഹിറ്റ്മാൻ. അവിടുന്ന് അങ്ങോട്ട് ഒരുപക്ഷേ ഏറ്റവും മികച്ച ത്രില്ലിംഗ് മൊമെൻ്റ് ഡെലിവറി ചെയ്യുന്ന, അല്ലെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് ആക്ഷൻ സീക്വൻസുകളിലൂടെയും ഡ്രാമയിലൂടെ തന്നെയും ഈ പ്രേക്ഷകർക്ക് രോമാഞ്ചം നൽകുന്നൊരു സിനിമയുടെ ഒരു വലിയൊരു പോക്കാണ് സംഭവിക്കുന്നത്. ഫൈറ്റ്, ഫ്രണ്ട്ഷിപ്പ്, ബിട്രയൽ, ലോയൽറ്റി, പാട്രിയോട്ടിസം, കമ്മിറ്റ്മെൻറ്റ് എന്നിങ്ങനെയുള്ള പല ഫീലിങ്സിലൂടെ, അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തിൻ്റെയും പോയിൻ്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ അവരുടെ റിഡംഷനിലൂടെയൊക്കെ പടം ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പടം തുടങ്ങുന്ന മൊമെൻ്റ് മുതൽ തീരുന്ന ലാസ്റ്റ് മൊമെൻ്റ് വരെ, ശരിക്കും തീരുന്ന ലാസ്റ്റ് മൊമെൻ്റ് വരെ ആ ത്രില്ല് ബാക്കി നിർത്തുന്നുണ്ട് പടത്തിൽ. ഒരു വമ്പൻ അൺപ്രഡിക്റ്റബിലിറ്റി ഈ പടത്തിൽ മൊത്തമുണ്ട്. അതായത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമ്മൾ കാൽക്കുലേറ്റ് ഒന്നും ആയില്ല സംഭവിക്കുന്നത്. 2015 ഇറങ്ങിയ ഈ സിനിമയിൽ സ്ക്വിഡ് ഗെയിമിലൂടെ പ്രശസ്തനായ ലീ ജങ് ജെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആ റോൾ ചെയ്യുന്നുണ്ട്. ശരിക്കും കൈയടിക്കേണ്ട റോളാണ് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ചോയ് ഡോങ് ഹൂൻ സംവിധാനം ചെയ്ത ഈ കൊറിയൻ സിനിമ ഇന്ന് ഇതേവരെ കൊറിയൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പണം നേടിയ 11ാമത്തെ ചിത്രമാണ്. എല്ലാവരും കാണുക, ചുമ്മാ കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.